കുട്ടികളെ മികച്ച സംരംഭകരാക്കാൻ പുതിയ പദ്ധതിയുമായി മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ ആൽഫ ജനറേഷനിലെ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ നൈപുണികൾ നേടിയെടുക്കാനും പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് അവരെ എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് വേറിട്ട പദ്ധതി നടപ്പാക്കിയതെന്ന് സ്കൂൾ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും ശനിയാഴ്ച മുക്കം മിനി പാർക്കിന് സമീപം നടക്കും. ആൽഫ ജനറേഷനിലെ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ജീവിത വിജയത്തിനാവശ്യമായ നൈപുണികൾ നേടിയെടുക്കാനും പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് അവരെ എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ വേറിട്ട പദ്ധതി തയ്യാറാക്കിയത്. 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളായ 100 പേരെ 10 ടീമുകളായി തിരിച്ച് കമ്പനികൾ രൂപീകരിക്കുകയും വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ പരിശീലനം നൽകുകയും ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെയ്തത്. ആൽഫ ജനറേഷനിലെ കുട്ടികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ നൈപുണികൾ നേടിയെടുക്കാനും പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് അവരെ എത്തിക്കാനും ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ആൽഫ എൻ്റർപ്രണേഴ്സ്. മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിലെ 3-4 ക്ലാസ്സിലെ 100ഓളം കുട്ടികളിൽ നിന്ന് 10 കമ്പനികൾ രൂപീകരിക്കുകയും അവരുടെ ഉൽപ്പന്നം ഏതെന്ന് തീരുമാനിക്കുകയും അത് ഡിസൈൻ ചെയ്യുക, മാർക്കറ്റിംഗ് നടത്തുക, അതിൻ്റെ എല്ലാ മേഖലകളെയും പരിചയപ്പെടുത്തുന്നതിനുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ച് സ്വന്തമായി ഉൽപ്പന്നം നിർമ്മിച്ച് അത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പരിപാടിയുടെ ആസൂത്രണം നടന്നത്. തുടർന്ന് അതിൻ്റെ ഡിസൈൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളെയും പരിചയപ്പെടുത്തുന്നതിനുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ച് സ്വന്തമായി ഉൽപ്പന്നം നിർമ്മിച്ച് അത് മാർക്കറ്റ് ചെയ്യുന്നതിന് അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. സംരംഭകത്വ മേഖലയിൽ പരിചയമുള്ള യുവസംരംഭകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത്. തുടർന്ന് സംരംഭകരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം യോഗം ചേർന്ന് സംരംഭകത്വത്തിനും നിർമ്മാണം, മാർക്കറ്റിംഗ് എന്നീ മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനുള്ള പരിശീലനങ്ങൾ നൽകുകയും ചെയ്തു. ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള കുട്ടികൾ സ്വന്തമായിട്ട് ഓർണമെൻറ്റ്സുകൾ ഉണ്ടാക്കുകയും ക്രോഷ്യ ഉപയോഗിച്ചുള്ള ഐറ്റംസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇത്തരം താല്പര്യമുള്ള കുട്ടികളെ ചേർത്ത് ഒരു എക്സ്പോ എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നൊരു ചിന്ത വന്നത്. അതിൽ നിന്നാണ് ഞങ്ങൾ 3-4 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ ചേർത്ത് 10 ഗ്രൂപ്പുകൾ തീരുമാനിക്കുകയും ആ 10 ഗ്രൂപ്പായി അവർ തിരിഞ്ഞ് അവരൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഏത് പ്രൊഡക്റ്റ് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തുകയും ആ പ്രൊഡക്റ്റിന് വേണ്ട ഡിസൈനിങ്ങും പോസ്റ്ററും റീൽസും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ ഗ്രൂപ്പായിരുന്ന് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടെ ചെയ്തു. അവർക്ക് കൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സംരംഭകരുടെ ക്ലാസ്സുകൾ നൽകി. പിന്നെ അതിനുശേഷം ഒരുപാട് ക്ലാസ്സുകൾ നമ്മളായിട്ട് അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് ഏതൊരു ഉൽപ്പന്നം കിട്ടിയാലും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അത് മാർക്കറ്റ് ചെയ്യുന്നതോടുകൂടി ഒരു വരുമാന മാർഗം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ലോഞ്ചിങ് നടത്താനാണ് സ്കൂൾ ഉദ്ദേശിക്കുന്നത്. 10 സ്റ്റാളുകളിലായി ഉൽപ്പന്നങ്ങൾ ക്രമീകരിക്കുകയും അതിൻ്റെ വിപണനവും പരിചയപ്പെടുത്തലും നടത്തുകയും ചെയ്യും. സംസ്ഥാന പാതയോരത്ത് ശനിയാഴ്ച മുക്കം പാർക്കിനോട് ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിപാടി മാർച്ച് 14-ന് 3 മണി മുതൽ ഒരു 6 മണി വരെയുള്ള സമയത്ത് മുക്കം പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ച് നടത്തുകയാണ്. വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർ തന്നെ വിപണനം നടത്തുന്ന രീതിയിലേക്കുള്ളൊരു സംരംഭകത്വ പരിപാടിയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പുതിയ ചുവടുവെപ്പായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംരംഭകരാവാനുള്ള ബാലപാഠങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും തൻ്റെ ഉൽപ്പന്നം എന്തു തന്നെയായാലും അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും അതിലൂടെ തനിക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗം എങ്ങനെ ഉണ്ടാക്കാമെന്നും കുട്ടികൾ തിരിച്ചറിയണമെന്നാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംരംഭകരായ വിദ്യാർത്ഥികളും വാർത്താസമ്മേളനത്തിന് എത്തിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തതയോടെയും ആവേശത്തോടെയുമാണ് കുട്ടികൾ മറുപടി നൽകിയത്. എൻ്റെ പേര് അയന. ഞങ്ങൾ 9 ഐറ്റംസ് ആണ് ഉണ്ടാക്കിയത്. ചന്ദനത്തിരി, അതിൻ്റെ പേര് സുഗന്ധ അഗർബത്തി, സ്റ്റഡി വാഷ്, പിന്നെ സോപ്പ്, മാജിക് സോപ്പ്, കുറേ ക്രോഷ്യ ഐറ്റംസ്, അതിൻ്റെ പേര് പ്ലഷി ഹെർട്ട് എന്നാണ്. പിന്നെ ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ ഓർണമെൻറ്റ്സിൻ്റെ കടയുണ്ട്. ഹെൽത്തി ഹാർട്സ് എന്ന് വെച്ചാൽ ഞാൻ ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ടത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ, പലതരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഞങ്ങൾ ഉപ്പിലിട്ടിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് പുറമെ PTA പ്രസിഡന്റ് M. സുനീർ, പ്രധാനാധ്യാപിക K. ബബിഷ, SMC ചെയർമാൻ സവിജേഷ്, അധ്യാപിക K. ശ്രുതി എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.